അല്ലിയും അമ്മയും കുളി കഴിഞ്ഞ് പുഴയിൽ നിന്ന് കയറി വീട്ടിലേക്ക് നടക്കുമ്പോൾ ആഷ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മുറ്റത്ത് അവളുടെ കൂട്ടുകാരെയും നിൽപ്പുണ്ട്. രേവതി അല്ലിയെ കണ്ടപ്പോൾ വിടർന്ന കണ്ണുകളോടെ നോക്കി. രേവതി ആഷയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്, യശോദ ചേച്ചിയുടെ മകൾ. ഇരുവരും ഒന്നിച്ചാണ് ഡാൻസിനും മറ്റും പോകുന്നത്. കുറച്ച് നാളുകളായി അല്ലിയെ കണ്ടിട്ട് രേവതി കല്യാണത്തിന് മുൻപ് എപ്പോഴും അല്ലി ചേച്ചി തങ്ങളുടെയൊപ്പം കളിക്കാൻ വരാറുണ്ട്. കല്യാണം കഴിഞ്ഞേ പിന്നെ വരവ് കുറഞ്ഞു. അല്ലി ചേച്ചി എപ്പോഴാണ് എത്തിയേ? രേവതി അല്ലിയുടെ കയ്യിൽ കുഞ്ഞിനെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. മാളൂട്ടി അറിയാത്ത ആളായതിനാൽ ഒരനിഷ്ടം രേവതിയോട് കാണിക്കുന്നുണ്ട്. ഞാനിന്ന് വന്നേ ഉള്ളൂ മോളെ. അല്ലി തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി നൽകി രേവതിക്ക് ശേഷം അകത്തേക്ക് കയറിപ്പോയി. മുൻപ് തന്നെ കണ്ട പിടിച്ചു നിർത്തി വിശേഷം ചോദിക്കുന്ന അല്ലിയ ചേച്ചിയുടെ ഭാവമാറ്റം കാണി രേവതിക്ക് വല്ലാതെയായി. അല്ലി അകത്തേക്ക് പോകുന്നത് കാണി മാളൂട്ടിയും രേവതിയിൽ നിന്ന് നൂർന്നിറങ്ങി അകത്തേക്ക് ഓടി. രേവതി മുറ്റത്തെ തിണ്ണയിൽ കയറിയിരുന്നു. ഡി ആഷേ, ഒന്ന് വേഗം വരുന്നുണ്ടോ നീയ്? ഉമ്മറത്തുനിന്ന് വിളി കേൾക്കെ കണ്ണാടിക്ക് മുൻപിൽ നിന്നവൾ വേഗം മുഖത്ത് പറ്റിയ പൗഡർ തുടച്ച് കളഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. ആഷേ, നിന്നതേ രേവതി വിളിക്കുന്നു. അമ്മ പുറത്തേക്ക് വന്ന് വിളിച്ചു പറഞ്ഞു. ആ അമ്മേ, ഞാൻ കേട്ടു. ദേ അവളെൻ്റെ കൂടെയുണ്ട്. അപ്പോഴേക്കും ധൃതിപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ ചിലങ്കെടുത്ത് പിടിക്കാനും മറന്നില്ല. അല്ലി അപ്പോഴേക്കും അകത്ത് കയറി ഡ്രസ്സ് മാറിയിരുന്നു. ഒപ്പം കുഞ്ഞിനെയും മാറ്റിക്കൊടുത്തു. പോവാം, രേവതിയോടായി ചോദിച്ചുകൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങി. ഡാൻസർ ധരിക്കുന്ന മുട്ടറ്റ നീളമുള്ള മാമ്പഴമഞ്ഞ നിറമുള്ള സാരിയും അതിനിടയിൽ മെറൂൺ പാൻറ്റുമാണ് വേഷം. നീളൻ മുടി നിതംബം വരെ പിന്നിട്ട് കെട്ടിയിരുന്നു. മുഖത്ത് അലങ്കാരമൊന്നുമില്ല എങ്കിലും നെറ്റിയിലെ ചന്ദനക്കുറി അത് എപ്പോഴും ആ മുഖത്ത് കാണാം. അമ്മേ, ഞാനിറങ്ങി. അല്ലിയേച്ചിയെ പോയി വരാം. ആഷ തിരിഞ്ഞൊന്ന് വാതിൽപ്പടിയിലേക്ക് നോക്കി വിളിച്ചു പോയി. മറുപടി കാക്കാതെ രേവതിയുടെ കയ്യും വലിച്ചു മുൻപോട്ട് നടന്നു. ആഷേ, ദേ നോക്കിക്കേ, ഇന്നുമുണ്ടല്ലോ നിനക്ക് വേണ്ടി ഒരു പിടി ഞാവൽ പഴങ്ങൾ. ചെറിയ മൺപാതയുടെ ഇരുവശവും പൂവരശിൻ്റെ പൂക്കൾ പൊഴിഞ്ഞിരിക്കുന്നു. പുഴയെടുത്തായതുകൊണ്ട് തന്നെ നടവഴിയെല്ലാം പൂവരശും അരളിപ്പൂവുമാണ്. ഒരു വലിയ മരത്തിൻ്റെ വേരിനടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേവതി ഇടം കണ്ണിട്ട് നോക്കി. ആഷയുടെ മുഖമൊന്ന് വിടർന്നുവോ. രേവതിക്ക് ചിരി വന്നുപോയി. അതെടുത്തോ ആഷേ, നിനക്ക് വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. എന്നുമുണ്ടല്ലോ ഈ ഞാവൽ പഴങ്ങൾ. രേവതി കളിയായി പറഞ്ഞു. ആഷ പെട്ടെന്ന് തന്നെ ഉള്ളിലെ സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് അവളെ കണ്ണുരുട്ടി നോക്കി. ആ, എനിക്കൊന്നും വേണ്ട, നീ നടക്കുന്നുണ്ടോ? രേവതിയെ നോക്കി ശബ്ദം കനത്തി പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നെങ്കിലും കണ്ണുകൾ നാലുപാടും പരതി നടന്നു. ആരാണ് ഈ ഞാവൽ പഴങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത് എന്ന സംശയം അവളിൽ വല്ലാതെ ഉഴറി. കാലം ഒരുപാടായി ഒരു പിടി ഞാവൽ പഴം താൻ നടക്കുന്ന വഴികളിൽ നിന്ന് കിട്ടുന്നു. ആരോ തന്നെ ഓർക്കുന്ന ആരോ, തന്നെ ഏറെ പ്രിയപ്പെട്ട ആരോ ആണെന്നറിയാം. പക്ഷെ ആരെന്നറിയില്ല. ഇന്നും കണ്ടപ്പോൾ അവൾ നാലുപാടും തിരിഞ്ഞുവെങ്കിലും ആരെയും കണ്ടില്ല. പക്ഷെ അവളെ തന്നെ നോക്കി മരങ്ങൾക്ക് പിന്നിൽ രണ്ട് വെള്ളാരം കണ്ണുകൾ ഉണ്ടായിരുന്നു. ആ കണ്ണുകളിൽ അവളോട് മാത്രമായുള്ള പ്രണയമായിരുന്നു. ഡ്രസ്സ് മാറ്റി ബെഡ് വിരിച്ചിട്ട് ഉറക്കം തൂങ്ങുന്ന മാളൂട്ടിയെ പതിയെ കിടത്തി ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലി. കുഞ്ഞിനെ തട്ടിക്കൊടുത്ത് കിടന്നപ്പോൾ വാവ പെട്ടെന്ന് തന്നെ ഉറങ്ങി. വെള്ളത്തിൽ കളിച്ചതിൻ്റെ നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. കുഞ്ഞുറങ്ങിയെന്നുറപ്പായപ്പോൾ അവളും പതിയെ മയക്കത്തിലേക്കൊന്ന് വീണു. അടുത്തിരുന്ന ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് പതിയെ ഞെട്ടിയെണീറ്റത്. കൈയെത്തിച്ച് ഫോൺ നോക്കുമ്പോൾ മനുവാണ്. അല്ലിയുടെ ഹൃദയം വല്ലാതെ മിഴിക്കുവാൻ തുടങ്ങി. ഒപ്പം എന്തിനാണ് വിളിക്കുന്നത് എന്ന ചിന്തയും. ഒരുപാട് നേരം ബെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തത്. അല്ലി പതിയെ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. അല്ലി, അപ്പുറന്ന് പ്രതീക്ഷയോടെ വിളിക്കുന്നു. അല്ലി കണ്ണുകൾ ഇറുക്കെ മൂടി. ഒന്ന് മൂളുക മാത്രം ചെയ്തു. മോള്? മനുവിൻ്റെ വീണ്ടുമുള്ള ചോദ്യം കേൾക്കെ അല്ലി ഒന്ന് നെടുവേർപ്പെട്ടു. ഉറങ്ങി. അവൾ വലിയ താല്പര്യമില്ലാതെ മറുപടി അലസ്യമായി പറഞ്ഞു നിർത്തി. ഇനി വരില്ല എന്നുറപ്പാണോ അല്ലി? വീണ്ടും അവൻ്റെ ശബ്ദം കേൾക്കെ അല്ലി കണ്ണുകൾ തുറന്നു. തീരുമാനിച്ചതല്ലേ മനുവേട്ട നമ്മൾ രണ്ടുപേരും, പിന്നെയും എന്തിനായി ഇങ്ങനെ? അവൾ അവസാനം കിതപ്പോടെ പറഞ്ഞു നിർത്തി. അത്രയ്ക്ക് വെറുത്തു പോയോടി എന്നെ? മനുവിൻ്റെ തളർന്ന സ്വരം കേൾക്കെ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷേ അതേ നിമിഷം അവൾ ആ വീട്ടിൽ അനുഭവിച്ചതെല്ലാം ഓർമ്മ വന്നവൾക്ക്. മനുവേട്ടനോട് എനിക്കൊന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടി കാക്കാതെ ഫോൺ കട്ടാക്കി അവൾ. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇനി ആരും വിളിക്കണ്ട, അവളൊന്ന് നെടുവീർപ്പിട്ടു.
അപ്പുറത്ത് ഫോൺ കട്ടായത് കണ്ട് മനു ഫോൺ എടുത്തൊന്ന് നോക്കി. ശേഷം പോക്കറ്റിലിട്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റു. വീടിനടുത്തുള്ള കവലയുള്ള ആൽമരമാണ്. അല്ലിയുടെ നാട്ടിലും ഇതുപോലൊരു ആൽമരമുണ്ട്. തനിക്ക് മനസ്സിനെന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈ ആൽമരത്തിൻ്റെ താഴെയാണ് വന്ന് നിൽക്കുക. മനസ്സാകെ അസ്വസ്ഥമാണ്. അല്ലി പോയതിൽ പിന്നെ ഒന്ന് മര്യാദയ്ക്ക് കഴിക്കാനോ ഉറങ്ങാനോ കഴിഞ്ഞിട്ടില്ല. മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വലിയ തെറ്റെന്താണ് ഞാൻ ചെയ്തത്? ഓരോന്നോർത്ത് ഭ്രാന്ത് പിടിച്ചിരുന്നപ്പോഴാണ് ആര്യ വിളിച്ചത്. അവൾക്ക് കാണണമെന്ന് പറഞ്ഞു. അവൾ തിരിച്ചു പോകുവാണെന്ന്. അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് വന്നതായിരുന്നു അവൾ. ശേഷക്രിയയ്ക്ക് വേണ്ടി നിന്നതായിരുന്നു. സത്യം പറഞ്ഞ യാത്ര പറയാനാണ് തന്നെ കാണാൻ വന്നത്. പക്ഷേ തൻ്റെ മുഖം മാറിയത് കണ്ടപ്പോൾ കാര്യം തിരക്കിയതാണ്. അവളോട് പറയണമെന്നുണ്ട്, കാരണങ്ങളുടെ കൂട്ടത്തിൽ നീയും ഒരു കാരണമാണെന്ന്. പക്ഷെ അവൾക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലിക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ആര്യയെ കണ്ട വിവരം താൻ അല്ലിയോട് പറയാതിരുന്നത് ഒഴിച്ചാൽ മറ്റൊരു പ്രശ്നവും തങ്ങൾക്കിടയിലില്ല. അമ്മയും മൈഥിലിയും അവർ ഒരു പ്രശ്നമാണോ? മിക്ക വീടുകളിലും അതെല്ലാം ഉള്ളതല്ലേ. തൻ്റെ കൺമുൻപിൽ വെച്ച് അവർ അവളോട് മോശമായൊന്നും പെരുമാറില്ല. പിന്നെന്താണ് കാരണം? ഓരോന്നോർക്കവേ അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്താണ് അളിയ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇവിടെ വന്നിരിക്കുന്നേ? തോളിലൊരു കൈസ്പർശമേറ്റപ്പോഴാണ് മനു ചിന്തയിൽ നിന്നുണർന്നത്. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ മുമ്പിൽ ആസിഫ്, മനുവിൻ്റെ കളിക്കൂട്ടുകാരൻ. ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പിന്നീട് വലുതായപ്പോൾ ഇരുവരും ജോലി ആവശ്യങ്ങൾക്കായി രണ്ട് വഴിയിൽ പിരിഞ്ഞു. ആസിഫ് ഗൾഫിലേക്കും പോയി. മനുവിനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലും ജോലി കിട്ടി. അങ്ങനെ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ ആസിഫ് നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. ഏയ് ഒന്നുമില്ലടാ. ആസിഫിനെ നോക്കി ചെറുപുഞ്ചിരി നൽകി മനു മെല്ലെ എഴുന്നേറ്റു. അതേസമയം അവൻ്റെ കൈകളിൽ പിടിവീണു. 2 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോടാ. ആസിഫിൻ്റെ ചിരിയോടെയുള്ള സംസാരം കേട്ടതും മനു ചെറു ചിരിയോടെ ആസിഫിൻ്റെ അരികിൽ വന്നിരുന്നു. എന്താണ് മോനെ, മുഖത്ത് വലിയ തെളിച്ചമില്ലല്ലോ? ആസിഫ് കുസൃതിയോട് അവൻ്റെ തോളിൽ ഒരു തട്ട് തട്ടി. മനുമുഖം കുനിച്ച് നിന്നതേയുള്ളൂ. നിനക്കെന്നാ തിരിച്ചു പോവേണ്ടത്? വിഷയം മാറ്റാനെന്ന പോലെ മനു തിരിച്ചു മറുചോദ്യം ചോദിച്ചു. ഏതവനെ കണ്ടാലും ഈ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ആസിഫ് പുച്ഛത്തോടെ മുഖം കൂട്ടി. അത് കേട്ടപ്പോൾ മനു വീണ്ടും മുഖം കുനിച്ചു. ചോദിക്കേണ്ടിയിരുന്നില്ല. ഇത് ഗൾഫുകാരുടെ ശാപമാണ്. വന്നാലുടൻ ചോദ്യം, ഇനി എന്നാ തിരിച്ചെന്ന്. ആസിഫ് തലൊഴിഞ്ഞു. മനുവല്ലായ്മയോടെ ആസിഫിനെ നോക്കി. എന്ത് ചെയ്യാനാടാ, ഇപ്പം കാണിക്കുന്നത് മുഴുവൻ എനിക്ക് നേരെ തന്നെ തിരിഞ്ഞു വരികയാണ്. മനു അവനെ നോക്കി പറഞ്ഞതും ആസിഫിൻ്റെ പുരികം ചുളിഞ്ഞു. അതിന് നിനക്കെന്താ പറ്റിയത്? മുഖം കണ്ടാലറിയാം എന്തോ വിഷമുണ്ടെന്ന്. ആസിഫ് അവനെ ചുഴിഞ്ഞു നോക്കി. മനു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. എടാ, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയ്. ചുമ്മാ മനസ്സിലിട്ട് പുകയ്ക്കുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും ഒന്ന് പറയുന്നതാ. ആസിഫ് പറയുന്നത് കേൾക്കെ മനു ഒന്ന് ദീർഘനിശ്വസിച്ചു. ശേഷം ആസിഫിനെ നോക്കി എല്ലാം അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു. പതിവ് പോലെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ദൂരെ മാറി നിന്ന് നോക്കുന്നവനെ കണ്ടിരുന്നു ആശ. അവനെ കണ്ടതും അവളുടെ മുഖം വീർത്തു. ഒപ്പം നടക്കുന്ന രേവതി വിച്ചുവിനെ കണ്ടതും ഇടം കണ്ണിട്ട് ആശയെ ഒന്ന് നോക്കി. ശേഷം ചിരിയടക്കി അവൾക്കൊപ്പം നടന്നു. വൈശാഖ് എന്ന വിച്ചൻ. കാലം കുറച്ചായി ആശയുടെ പിന്നാലെ നടക്കുന്നു അവൻ. അവളാകട്ടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യാൻ അവൾക്കൊട്ട് സമയമില്ലെന്ന് വേണം പറയാൻ. ആശ പുരികം ചൊളിച്ച് അവനെ നോക്കി ചോദിച്ചു, നിന്റെ വായി നോക്കാനല്ലാതെ ഞാനെന്തിനെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നേ? വിച്ചൻ മീശയൊഴിഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അത് കേൾക്കെ രേവതി ചിരിച്ചുപോയി. നാട്ടിൽ അത്യാവശ്യം തല്ലുകൊള്ളിത്തരമൊക്കെയുള്ളവനാണ് വിച്ചൻ. അതുതന്നെയാണ് ആശയ്ക്ക് അവനെ കണ്ടുകൂടാ. അവൻ്റെ നിഴൽ കണ്ടാൽ അപ്പോൾ ആശയ്ക്ക് കാലിനടിയിൽ ഒരു തരിപ്പ് കയറും. ഇനി തുടങ്ങും രണ്ടും കൂടെ കീരിയും പാമ്പും പോലെ. രേവതി രണ്ടാളെയും നോക്കി പിറുപിറുത്തുകൊണ്ട് കുറച്ച് മുന്നിലേക്ക് നടന്നു. വിച്ചു പിന്നാലെ നടക്കാൻ തുടങ്ങിയതും കാലം മുതൽ ആശയുടെ കൂടെ രേവതിയുണ്ട്. ആശയറിയാതെ വിച്ചുവിൻ്റെ ഹംസനാണ് രേവതി എന്ന് വേണമെങ്കിൽ പറയാം. നീ എങ്ങോട്ടാ പോകുക? അവിടെ നിൽക്കടി, ഞാനുണ്ട്. കണ്ണിൽ കണ്ട തെമ്മാടികളുടെ കൂടെ എന്നെ ഇട്ടിട്ട് പോകുവല്ലേ? അവൾ ഒന്നിരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓരടി തെമ്മാടി? നിന്റെ തന്ത ഗോപാലനോ? വിച്ചു പുച്ഛത്തോടെ മുഖം കോട്ടി. ശേഷം മുണ്ട് മടക്കി കുത്തി ഒരു സിഗരറ്റ് എടുത്ത് വായിൽ കടിച്ചുകൊണ്ട് തീ കൊളുത്തി. അത് കണ്ട പാഷയ്ക്കൊന്നുകൂടെ ദേഷ്യം കൂടി. താൻ പോടും, തെമ്മാടിൻ്റെ തന്തയല്ല, ആരുടെ തന്തയാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം.
എൻ്റെ മാന്യത കൊണ്ട് തന്നോടൊക്കെ ആരാ മിണ്ടുക? ആശ കയ്യിൽ പിടിച്ച ചിലങ്ക ഒന്നുകൂടെ മുറുക്കി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നിട്ടിപ്പോ എന്നോട് മിണ്ടിയതോ? അവൻ ഊറിച്ചിരിച്ചു. ആശ അതിന് പല്ല് ഞെരിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് രേവതിക്കൊപ്പം നടന്നു നീങ്ങി. നടക്കുന്നതിനോടൊപ്പം കിലുങ്ങുന്ന ചിലങ്കയുടെ ശബ്ദം കേൾക്കെ അവൻ ചിരിച്ചുപോയി. എന്നോടുള്ള ദേഷ്യം നീ ആ ചിലങ്കയോട് തീർക്കണ്ട, വിജു പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. താൻ പോട് വായി നോക്കി, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, ആശ അതേ താളത്തിൽ പറഞ്ഞു. ഒപ്പം ഞാവൽ പഴം വെച്ച സ്ഥലമെത്തിയപ്പോൾ അവനെ പിന്തിരിഞ്ഞൊന്ന് നോക്കി. ഇനി മേല ഈ കുന്ത്രാണം ഞാൻ നടക്കുന്ന വഴിയിൽ കൊണ്ട് വെച്ചാ. പൂവരശിൻ്റെ കീഴിലിരിക്കുന്ന ഞാവൽ പഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു. പിന്നെ നിനക്ക് ഞാവൽ പഴം പറിച്ചുകൊണ്ട് വരികയല്ലേ എനിക്ക് പണി, ഒന്ന് പോയടേ. അവൻ അതേ താളത്തിൽ പുച്ഛിച്ചു. അതുകൂടി കേട്ടപ്പോൾ ആശ ചവിട്ടി തുള്ളിപ്പോയി. പൊടത്തെമ്മാടി. പോകുന്ന പോക്കിൽ അവൾ വിളിച്ചു കൂവി. ഇവളെ കൊണ്ടെന്ന മട്ടിൽ രേവതി തലയിൽ കൈവെക്കുന്നുണ്ട്. ബിച്ചു അവൾ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് കുസൃതിയോടെ പൂവരശിൻ്റെ വേരിന്മേൽ ചെന്നിരുന്നു. എന്നിട്ട് ഇലക്കീറിൽ പൊതിഞ്ഞു വെച്ച ഞാവൽ പഴത്തിൽ നിന്നൊന്നെടുത്ത് കടിച്ചുകൊണ്ട് അവൾ പോകുന്ന വഴിയെ പ്രണയത്തോടെ നോക്കി. അവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. അജിത്ത് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ മനസ്സെന്തുകൊണ്ടോ അസ്വസ്ഥമായിരുന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു പെണ്ണിൻ്റെ കൂടെ ഇരിക്കുന്ന മനുവാണ്. അവിടെ വെച്ചൊരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചു മാത്രമാണ് അവൾ ആരാണ് എന്താണ് എന്നൊന്നും ചോദിക്കാതെ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അയാളെ കുത്തിനെ പിടിച്ച് 4 പറയാൻ നാവ് പൊങ്ങിയതാണ്. ഓരോന്ന് ചിന്തിച്ചതും അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്തുകൊണ്ട് ആ നേരത്തൊന്നും ചെയ്തില്ല എന്ന് വരെ ആ നിമിഷം അവന് പശ്ചാത്താപം തോന്നിപ്പോയി. മാമ. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും മാളൂട്ടി ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് ഓടി വന്നു. മാളൂട്ടിയുടെ മുഖം കാണി അജിത്തിൻ്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഒപ്പം ചേച്ചി വന്നിട്ടുണ്ട് എന്നവന് മനസ്സിലായി. മാമൻ്റെ മാളൂട്ടി എപ്പോഴാ വന്നേ? അജിത്ത് മാളൂട്ടിയെ വാരിയെടുത്തു. കുഞ്ഞിക്കവളിൽ അമർത്തിമുത്തി. കുഞ്ഞി അവളിൻ്റെ തോളിൽ വട്ടം പിടിച്ച് പോക്കറ്റിൽ മുട്ടായി വല്ലതുമുണ്ടോ എന്ന് തപ്പി നോക്കുവാണ്. ഒന്നുമില്ലട വാവേ, മാളൂട്ടി വന്നത് മാമൻ അറിയില്ലല്ലോ, നാളെ കൊണ്ടുവരാട്ടോ ഞാൻ. അജിത്ത് കുഞ്ഞിനെ എടുത്തു പൊക്കി 2 കാലും അവൻ്റെ ഇരുതോളിലും ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി. സോഫയിലിരുന്ന് TV കാണുന്നു അല്ലി. അവനെ കണ്ടതും പുഞ്ചിരിയോടെ എഴുന്നേറ്റു. നീ എപ്പോഴാടി ചേച്ചി വന്നേ? അജിത്ത് കരുണയോടെ അല്ലിയെ നോക്കി. ആകെ വാടി തളർന്നിരിക്കുന്നു അല്ലി. അവളെ കണ്ടാലറിയാം മനുവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോന്നതാണെന്ന്. ഒപ്പം ഇന്ന് ഏതോ ഒരുത്തിയുടെ കൂടെ അവനെ കണ്ടതും അജിത്തിന് അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. ചേച്ചി ഉച്ചക്കെത്തി, പോയി കുളിക്കേട്ടാ, ദേ നാറുന്നു, ഇങ്ങ് താൻ്റെ കൊച്ചിനെ. ആശ അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് വന്ന് മാളൂട്ടി അവൻ്റെ തോളിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങി. അജിത്ത് ആശയെ രൂക്ഷമായി നോക്കിയപ്പോൾ ആശ നന്നായി നെളിച്ച് കാണിച്ചു. അവരുടെ 2 പേരുടെയും കോക്കറി കണ്ട പല്ലിക്ക് ചിരി വന്നുപോയി. പക്ഷേ നിമിഷ നേരം കൊണ്ട് അല്ലി എന്തോ ആലോചനയിലെത്തി. അവളുടെ മുഖം മങ്ങി. അത് അജിത്തിനും ആശയ്ക്കും മനസ്സിലായി. നീ എന്തിനാടി ചേച്ചി കണ്ടവരുടെ കാര്യം ഓർത്ത് നടക്കുന്നേ? അങ്ങേര് നിന്നെ ഓർക്കുന്നില്ലല്ലോ, പിന്നെ നിനക്കെന്തിനാണ് അയാളെ? തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ നീ. അജിത്ത് അല്ലിയുടെ മങ്ങിയ മുഖം കാണി അവളെ കൈയിട്ട് ചേർത്ത് നിർത്തി. അല്ലി പതിയെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അയാളെ കണ്ടിരുന്നു ഞാൻ, നിന്റെ കെട്ടിയോനെ, ഒപ്പം വേറെ ഏതോ ഒരുത്തിയുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനെ നമുക്കിനി വേണ്ടടി ചേച്ചി. എന്തൊക്കെ ന്യായം അയാൾ നിരത്തിയാലും ആ തള്ളയും മോളും നിന്നോട് ചെയ്തതൊന്നും തെറ്റാവില്ലല്ലോ. നമുക്ക് വേണ്ടടി ആ ബന്ധം. അജിത്ത് പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. കണ്ണുകൾ എന്തിനോ എന്ന പോലെ നിറഞ്ഞു. അവളുടെ മുഖം കാണി പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവന്. പക്ഷേ പറയണം, അറിയട്ടെ അവള്. കെട്ടിയോൻ നല്ല പിള്ള ചമഞ്ഞ് നടപ്പല്ലേ. അജിത്ത് പുച്ഛത്തോടെ മുഖം കൂട്ടി. നീ ഇനി ഓരോന്ന് പറഞ്ഞവളെ വിഷമിപ്പിക്കേണ്ട. ദേ അച്ഛൻ വരാറായി, പോയി കുളിച്ചു വാജിത്തേ. അമ്മ അടുക്കളയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും അല്ലിയുടെ നെറ്റിയിൽ അജിത്ത് പതിയെ ചുണ്ടുകൾ ചേർത്ത് അകത്തേക്ക് കയറിപ്പോയി. അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞത് അവൾ അമർത്തി തുടച്ചുകൊണ്ട് ആശയുടെ കയ്യിലിരുന്ന് തന്നെ കണ്ണ് നിറച്ചു നോക്കുന്ന മാളൂട്ടിയെ വാരിയെടുത്തു അല്ലി. അമ്മച്ചെന്താ? മാളൂട്ടി നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേൾക്കെ ആശ വീണ്ടും കുഞ്ഞിനെ വാരിയെടുത്തു. അമ്മച്ചൊന്നുമില്ല, കണ്ണിൽ പൊടി വീണതാ കുഞ്ഞാ, ബാ മേമ മുത്തായി തരാലോ. ആശ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നത് കാണി തളർച്ചയോടെ അല്ലി സോഫയിലേക്കിരുന്നു. അപ്പോഴും ആരാവും മനുവിൻ്റെ കൂടെ ഇരുന്ന പെണ്ണ് എന്നായിരുന്നു അവളുടെ മനസ്സിൽ.